Hi children, today myself is with the 7th standard grammar portion, simple, compound and complex sentences. What is simple, compound and complex sentences? A simple sentence, you know it very well. The sentences which have only one clause with or without phrase and one finite verb. Such kind of sentences are called simple sentence. Simple sentence എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ഉണ്ടാവുകയും അത് വിത്ത് ഓർ വിത്തൗട്ട് ഫ്രൈസ്, ഫ്രൈസ് അല്ലെങ്കിൽ ഫ്രൈസിനോട് കൂടെയോ ഫ്രൈസ് ഇല്ലാതെയോ ഒരു ഒരു ക്ലോസ് ഉണ്ടാവുകയും അതിലൊരു ഫിനിറ്റ് വെർബ് ഉണ്ടാവുകയും ചെയ്താൽ അത്തരം സെൻറ്റൻസുകളെ നമ്മൾക്ക് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാം. മനസ്സിലായില്ല? സം സെൻറ്റൻസസ് ഹാവ് ഓൺലി വൺ ക്ലോസ് വിത്ത് ഓർ വിത്തൗട്ട് ഫ്രൈസ് ആൻഡ് വൺ ഫിനിറ്റ് വെർബ്. ഒരു ഫിനിറ്റ് വെർബും ഒരു ക്ലോസും ഉണ്ടാകുക. ഇപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫിനിറ്റ് വെർബോട് കൂടെ വരുന്ന സെൻറ്റൻസിനെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ഹാവ് എ സെൻസ് ഓർ മീനിങ്. അപ്പോൾ അതിനൊരു മീനിങ് ഉണ്ടാകും. ആ സെൻറ്റൻസിന് ഒരു അർത്ഥമുണ്ടാകും. ആ സെൻറ്റൻസ് പറയുന്ന കാര്യം നമ്മൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വാക്കുകളുടെ ശ്രേണി, അതിനെയാണ് സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുക. അപ്പോൾ സെൻറ്റൻസ് ഹാവ് ഓൺലി വൺ ക്ലോസ് വിത്ത് ഓർ വിത്തൗട്ട് ഫ്രൈസ് ആൻഡ് വൺ ഫിനിറ്റ് വെർബ്. ദീസ് സെൻറ്റൻസ് ആർ കോൾഡ് സിമ്പിൾ സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, the children were laughing. Here in this sentence we can see finite verbs. The children were laughing. Were എന്നുള്ളത് ബി ഫോം വെർബാണ്. അതുപോലെ തന്നെ ലാഫ്, ലാഫിൻ്റെ ing ഫോമാണ് laughing. But the children were laughing. This sentence gives us a sense or meaning. The next example, he wants to become a pilot. അവനൊരു പൈലറ്റ് ആകണം. ഹി വാണ്ട്സ് ടു ബിക്കം എ പൈലറ്റ്. ഇതിലും ഇതൊരു ക്ലോസ് ആണ്. എങ്ങനെയുള്ള ക്ലോസ് ആണ്? ഫിനിറ്റ് വെർബോട് കൂടിയ ക്ലോസ് ആണ്. ഇതിനെയാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് സം സെൻറ്റൻസ് ഹാവ് മോർ ദാൻ വൺ ഫിനിറ്റ് വെർബ്സ്. സച്ച് സെൻസസ് ആർ കോൾഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. ആൻഡ് ഇറ്റ് ഹാസ് ടു ഓർ മോർ മെയിൻ ഓർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ലിങ്ക്ഡ് ബൈ കോർഡിനേറ്റ് കൺജങ്ഷൻസ്. എന്താണ്? ഒരു സെൻറ്റൻസിന് ഒന്നിൽ കൂടുതലോ ഫിനിറ്റ് വെർബ്സ് ഉണ്ടാകും. അത്തരം സെൻറ്റൻസുകളെ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫിനിറ്റ് വെർബുകളുള്ള സെൻറ്റൻസുകൾക്ക് നമ്മൾക്ക് പൊതുവെ വിളിക്കാൻ പറ്റുന്ന പേരാണ് കോമ്പൗണ്ട്. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞു. സിമ്പിൾ സെൻറ്റൻസിൽ ഒരു ക്ലോസ് ഉണ്ടാകും, അതിനൊരു ഫിനിറ്റ് വെർബ് ഉണ്ടാകും, അത് വിത്ത് ഓർ വിത്തൗട്ട് ഫ്രൈസ് ആണെന്നും പഠിച്ചു. ഇനി കോമ്പൗണ്ട് സെൻറ്റൻസിൽ ഉണ്ടാകുന്ന കഥ എന്താണ്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മോർ ദാൻ വൺ ഫിനിറ്റ് വേർബ്, ഒന്നിൽ കൂടുതൽ ഫിനിറ്റ് വേർബുകൾ ഉണ്ടാകും. അത്തരം വാക്കുകൾ ഉള്ള സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇനി ഇതുകൂടാതെ ഇറ്റ് ഹാസ് ടു ഓർ മോർ മെയിൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. ഇതിന് ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ടാകും. വിച്ച് ലിങ്ക്ഡ് ബൈ എ കോർഡിനേറ്റ് കൺജങ്ഷൻ. അതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ലിങ്ക് ചെയ്യാനായിട്ട് ഒരു കൺജങ്ഷൻ ഉണ്ടാകും, ഒരു കോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്ലോസുകളെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ക്ലോസ് ഉണ്ടാകും, ഒന്നിൽ കൂടുതൽ വേർബ് ഉണ്ടാകും, ഫിനിറ്റ് വേർബ്സ് ഉണ്ടാകും. ആ ഫിനിറ്റ് വേർബുകളെ തമ്മിൽ ഫിനിറ്റ് വേർബുകളുള്ള ക്ലോസുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനായി എന്തുണ്ടാകും? കോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ടാകും. കൺജങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇത് കൂട്ടിച്ചേർക്കുന്ന, സെൻറ്റൻസുകളെ തമ്മിൽ ചേർക്കുന്ന ആ വാക്കിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോർഡിനേറ്റ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആൻഡ്, ബട്ട്, ഓർ, നോർ, സോ, ദാറ്റ്, എറ്റ്, ഇവയെല്ലാമാണ് കോർഡിനേറ്റ് കൺജങ്ഷൻസ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ഫിനിറ്റ് വെർബ് കാണും, ആൻഡ് ഇറ്റ് ഹാസ് ടു ഓർ മോർ മെയിൻ ഓർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് കാണും.
മെയിൻ ആയിട്ടുള്ളൊരു ക്ലോസ് ഉണ്ടാകും, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു ക്ലോസ് ഉണ്ടാകാം. അത് രണ്ടോ രണ്ടിൽ കൂടുതലോ ഉണ്ടാകാം. എന്നിട്ട് ഈ വരുന്ന മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ കോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ച് ആണ് ലിങ്ക് ചെയ്യുന്നത്. അതുമൂലം അത് ലിങ്ക് ചെയ്യപ്പെടുന്നു. ഇനി ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതാണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ ആൻഡ്, ബട്ട്, ഓർ, നോർ, സോ, ദാറ്റ് ആൻഡ് ഇറ്റ്. ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് ഇതിനെ ഒന്ന് വിശകലനം ചെയ്യാം. ജോൺ സാങ് ആൻഡ് എവരിബഡി ചീർഡ് അപ്പ്. ജോൺ പാടി, ഇവിടുത്തെ മെയിൻ ക്ലോസ് ആണ് ജോൺ സാങ് എന്നുള്ളത്. ജോൺ പാടി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ലോസ്. ഇനി ഈ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളാണ് എവരിബഡി ചീർഡ് അപ്പ്. അപ്പോൾ ഇതിനകത്ത് സാങ് എന്നുള്ള ആ വേർബാണ്, ആ മെയിൻ ക്ലോസിലെ സാങ് വേർബാണ്. എവരിബഡി ചീർഡ് അപ്പ് എന്നുള്ള രണ്ടാമത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ വന്ന വേർബ് ചീർ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിലും ഫിനിറ്റ് വേർബ് ഉണ്ട്. അപ്പോൾ മോർ ദാൻ വൺ ഫിനിറ്റ് ഇൻ എ സെൻറ്റൻസ്, മോർ ദാൻ വൺ ഫിനിറ്റ്, ടു ഓർ മോർ ക്ലോസ്, മെയിൻ ക്ലോസ് ഓർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ലിങ്ക്ഡ് ബൈ കോർഡിനേറ്റ് കൺജങ്ഷൻസ്. ഇവിടെ ഇതിനെ രണ്ടിനെയും ലിങ്ക് ചെയ്യുന്ന ആ കൺജങ്ഷൻ ആണ് ആൻഡ്. ഇപ്പം ജോൺ സാങ് ആൻഡ് എവരിബഡി ചീർഡ് അപ്പ്, ഇതാണ് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസിൽ രണ്ടിൽ കൂടുതൽ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് കാണും. അതിനെ ലിങ്ക് ചെയ്യുന്നത് ആൻഡ്, ബട്ട്, ഓർ, നോർ, സോ, ദാറ്റ്, അറ്റ് എന്നീ വാക്കുകൾ ചേർത്ത് കോർഡിനേറ്റ് കൺജങ്ഷൻസ് ഉപയോഗിച്ചായിരിക്കും. ഇനി അതുപോലെ തന്നെ അതിനകത്ത് ഫിനിറ്റ് വേർബ്, ഒന്നിൽ കൂടുതൽ ഫിനിറ്റ് വേർബുകളും ഉണ്ടാകും. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫിനിറ്റ് വേർബുകളുള്ള, രണ്ടിൽ കൂടുതൽ മെയിൻ ഓർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുള്ള, കോർഡിനേറ്റ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് എഴുതുന്ന സെൻറ്റൻസുകളെ എല്ലാം നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കുക. വി ലുക്ക്ഡ് എവരിവെയർ ബട്ട് വി കുഡ് നോട്ട് ഫൈൻഡ് ഹിം. ഞങ്ങളെല്ലായിടത്തും നോക്കി, പക്ഷേ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല. വി ലുക്ക്ഡ് എവരിവെയർ, ഇവിടെ വി ലുക്ക്ഡ് എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. വി ലുക്ക്ഡ് എവരിവെയർ എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. ലുക്ക്ഡ് എന്നുള്ളത് ആദ്യത്തെ ക്ലോസിലെ വേർബാണ്, ഫിനിറ്റ് വേർബാണ്. ഇനി ഇതിനെ ചേർത്തിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ബട്ട് എന്നുള്ള കോർഡിനേറ്റ് കൺജങ്ഷനാണ്. അതിനുശേഷം വരുന്നത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ആ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് വി കുഡ് നോട്ട് ഫൈൻഡ് ഹിം, ഞങ്ങൾക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ്. അപ്പോൾ കുഡ് നോട്ട് ഫൈൻഡ്, കുഡ് എന്നുള്ളത് ഒരു വേർബാണ്, അത് മോഡൽ ഓക്സിലറിയാണ്. അതുപോലെ തന്നെ ഫൈൻഡ് എന്ന് പറയുന്നതും എന്താണ്? ഒരു വേർബാണ്. അപ്പോൾ വി കുഡ് നോട്ട് ഫൈൻഡ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു ഫിനിറ്റ് വേർബ്, ഒന്നിൽ കൂടുതൽ ഫിനിറ്റ് വേർബുകളുണ്ട്, അതുപോലെ തന്നെ ഒരു മെയിൻ ക്ലോസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്. ദേ ആർ കമ്മിങ് ബൈ കാർ സോ ദേ ഷുഡ് ബി ഹിയർ സൂൺ. അവർ കാറിലാണ് വരുന്നത്, അതുകൊണ്ട് അവർ പെട്ടെന്ന് എത്തിച്ചേരും. അവരിപ്പോൾ തന്നെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും, അവരെത്തിച്ചേരും. ദേ ആർ കമ്മിങ് ബൈ കാർ. ഇതിനകത്ത് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ദേ ആർ കമ്മിങ് ബൈ കാർ. സോ എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോർഡിനേറ്റ് കൺജങ്ഷൻ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഷുഡ് ബി ഹിയർ സൂൺ. അവിടെയും എന്താണ് വേർബ് ഉപയോഗിച്ചിരിക്കുന്നത്? ഷുഡ് എന്നുള്ള, ഷുഡ് ബി എന്നുള്ള വേർബ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അതും ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഇനി അടുത്തത്, ലെറ്റ്സ് ഹറി അപ്പ് ഫോർ ഇറ്റ് ഈസ് വെരി ലേറ്റ്. എന്താണ്? നമ്മൾക്ക് ഇത്തിരി ഹറിയാകാം, ഇത്തിരിയുടെ സ്പീഡിൽ പോകാം, ബിക്കോസ് വി ആർ വെരി ലേറ്റ്, നമ്മൾ വളരെ ലേറ്റാണ്. ഇതിലും ഈ കോമ്പൗണ്ട് സെൻറ്റൻസ് തന്നെയാണ്. ഇതിലും ഫിനിറ്റ് വേർബ് ഒന്നിൽ കൂടുതൽ ഉണ്ട്. ഇങ്ങനെ ഉള്ള ഇത്തരം വാക്കുകളുടെ ശ്രേണിക്കാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഉള്ളത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് സെൻറ്റൻസിൽ എ സെൻറ്റൻസ് ഹാവ് 2 or more ക്ലോസസ്. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ക്ലോസസ് എവിടെ ഉണ്ടാകും? ഒരു സെൻറ്റൻസിൽ ഉണ്ടാകും. എങ്ങനെയുള്ള സെൻറ്റൻസിലാണ്? കോംപ്ലക്സ് സെൻറ്റൻസിൽ. എന്താ കോംപ്ലക്സ് സെൻറ്റൻസിൽ കാണുക? 2 or more ക്ലോസസ്, 1 മെയിൻ ക്ലോസ് ആൻഡ് അതേഴ്സ് ആർ സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ ഒരു മെയിൻ ക്ലോസ് ഉണ്ടാകും, അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു സബോർഡിനേറ്റ് ക്ലോസോ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസോ ഉണ്ടാകും. The sentences are joined with subordinating conjunctions.
ഇനി ഇത് ജോയിൻ ചെയ്യുന്നത് ഈ മെയിൻ ക്ലോസിനെ ആയാലും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ആയാലും ഇതിനെ ജോയിൻ ചെയ്യുന്നത് ഒരു സബോർഡിനേറ്റിംഗ് ക്ലോസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ക്ലോസുകൾ ഏതൊക്കെ വിധത്തിലാണ് ഇവിടെ ഉണ്ടാകുക? ഒരു മെയിൻ ക്ലോസ് ഉണ്ടാകും, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാകും. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയുള്ളതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് സച്ച് ആസ് സൂൺ ആസ്, ഓൾദോ, അൻടിൽ, ആൻഡ് വിച്ച്. അപ്പോൾ ആസ് സൂൺ ആസ്, ഓൾദോ, അൻടിൽ, വിച്ച് ഇവയെല്ലാം ചേരുന്ന ഇത്തരം വാക്കുകളെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് സെൻറ്റൻസിൽ ആസ് സൂൺ ആസ് എന്ന പദം ഉണ്ടാകും, ഓൾദോ അല്ലെങ്കിൽ അൻടിൽ, അതുമല്ലെങ്കിൽ വിച്ച് എന്ന് പറയുന്ന ഒരു പദം ഉണ്ടാകും. അപ്പോൾ ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്തിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മെയിൻ ക്ലോസിനെയും ഡിപെൻഡൻറ്റ് ക്ലോസിനെയും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ജോയിനിങ് വേർഡാണ്. ഇതിനെ സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്നാണ് പറയുന്നത്. ഈ സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഏതൊക്കെയാണ്? ആസ് സൂൺ ആസ്, ഓൾദോ, അൻടിൽ, ആൻഡ് വിച്ച്. ഇനി ഈ സബോർഡിനേറ്റ് ക്ലോസസ് ക്യാൻ എയ്തർ ബി അഡ്ജക്റ്റീവൽ ക്ലോസ് ഓർ അഡ്വർബിയൽ ക്ലോസ്. ഇനി ഇത് എന്താണ്? ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അഡ്ജക്റ്റീവൽ ക്ലോസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അഡ്വേർബിയൽ ക്ലോസ് ആയിരിക്കാം. അപ്പോൾ ഈ അഡ്ജക്റ്റീവൽ ക്ലോസ് ഉണ്ടാകണം, അഡ്വേർബിയൽ ക്ലോസ് ഉണ്ടായിരിക്കും, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാകും, മെയിൻ ക്ലോസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എല്ലാം കൂടെ ചേരുന്നതാണ് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി അതിനു മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ് അഡ്ജക്റ്റീവൽ ക്ലോസ്? അഡ്ജക്റ്റീവൽ ക്ലോസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? നാമത്തിനു ശേഷം ഹു, വിച്ച്, ദാറ്റ് എന്നിവയോട് ചേർന്ന് ഫിനിറ്റ് വെർബോട് കൂടിയ ഒരു സെൻറ്റൻസിൻ്റെ ഗ്രൂപ്പ്, അതാണ് അഡ്ജക്റ്റീവൽ ക്ലോസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു നാമത്തിനോ നാമവിശേഷണത്തിനോ നൗണിനോ സർവനാമത്തിനോ ശേഷം നൗൺ ഓർ പ്രൊനൗൺ. അപ്പോൾ നാമത്തിന് ശേഷം വരുന്ന വാക്കുകൾ സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഹു, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എന്നിവ ചേർത്തായിരിക്കും തുടങ്ങുക. അപ്പോൾ അങ്ങനെ ഹു, വിച്ച്, ദാറ്റ് എന്നീ സെൻറ്റൻസുകളിൽ തുടങ്ങുകയും ആ സെൻറ്റൻസിൽ ഒരു ഫിനിറ്റ് വേർബ് ഉണ്ടാകുകയും ചെയ്താൽ അതിനെ എന്തെന്ന് പറയാം? അഡ്ജക്റ്റീവൽ ക്ലോസ് എന്ന് പറയാം. അപ്പോൾ അഡ്ജക്റ്റീവൽ ക്ലോസ് എന്താണെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, അതിൻ്റെ ധാരണയായി. ഇനി എന്താണ് അഡ്വേർബിയൽ ക്ലോസ് എന്ന് പറയുന്നത്? അഡ്വേർബിയൽ ക്ലോസും എന്ന് പറയുന്നത് എന്താണ്? ഈ ഓൾദോ, ബിക്കോസ് എന്നീ ഇത്തരം പദങ്ങൾ ചേർത്ത് അതിനുശേഷം അതിനകത്ത് ഫിനിറ്റ് വേർബ് വരുന്നതിനെയാണ് അഡ്വേർബിയൽ ക്ലോസ് എന്നും പറയുന്നത്. അപ്പോൾ അതിനും ധാരണയായി. ഇനി ഇത് ഒരു ഉദാഹരണ സഹിതം നമുക്ക് പോകാം. ഹി ഫെൽറ്റ് ദാറ്റ് ഹി ഷുഡ് ലീവ് നൗ. എന്താണ്? അവൻ പോകണമെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നി. ഇവിടെ ഹി ഫെൽറ്റ് ദാറ്റ് ഹി ഷുഡ് ലീവ് നൗ. ഇപ്പോൾ അദ്ദേഹം പോകണമെന്ന് അവന് തോന്നി. ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഹി ഫെൽറ്റ് ആണ്. അടുത്ത എക്സാമ്പിൾ, ഐ ആസ്ക്ഡ് ഹർ വേർ ഷി വാസ് ഗോയിങ്. ഐ ആസ്ക്ഡ് ഹർ വേർ ഷി വാസ് ഗോയിങ് എന്നുള്ള ആ സെൻറ്റൻസിൽ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഐ ആസ്ക്ഡ് ഹർ എന്നുള്ളതാണ്. ഐ ആസ്ക്ഡ് ഹർ, ആസ്ക്ഡ് എന്നതാണ് ഇവിടുത്തെ വെർബ്. ഇനി ഇവിടുത്തെ കൺജങ്ഷൻ, സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്നത് വേർ എന്നുള്ളതാണ്. അതിനുശേഷം വരുന്ന ഷി വാസ് ഗോയിങ് എന്നതാണ് ഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ ഇവിടെ ഈ ഒരു കോംപ്ലക്സ് സെൻറ്റൻസിൽ ഐ ആസ്ക്ഡ് ഹർ വേർ ഷി വാസ് ഗോയിങ് എന്ന ഉദാഹരണത്തിൽ വളരെ വ്യക്തമാകുന്നുണ്ട്. എന്താണ്? ഒരു ഫിനിറ്റ് വേർബ് രണ്ടിലുമുണ്ട്. രണ്ട് ഫിനിറ്റ് വേർബുകൾ ചേരുന്ന രണ്ട് ക്ലോസുകൾ ചേരുമ്പോൾ അത് എന്തായി മാറി? അത് കോംപ്ലക്സ് സെൻറ്റൻസായി മാറും. അത് നമ്മൾ നേരത്തെ പഠിച്ച ഓൾദോ, ആസ് സൂൺ ആസ്, വിച്ച്, വെയർ, ബിഫോർ തുടങ്ങിയ വാക്കുകൾ ചേരുമ്പോൾ അതിനെ എന്താണ്? കോംപ്ലക്സ് സെൻറ്റൻസാക്കി മാറ്റാം. ഇനി അടുത്തൊരു ഉദാഹരണം, ദ ഓൾഡ് മാൻ ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. ദ ഓൾഡ് മാൻ ഹാഡ് ഡൈഡ് എന്നതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അതിനെ മറ്റേ സെൻറ്റൻസ് അടുത്ത സെൻറ്റൻസുമായിട്ട് ചേർക്കുന്നത്, അടുത്ത ക്ലോസുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത് ബിഫോർ എന്നുള്ള വാക്കാണ്. അപ്പോൾ ദ ഓൾഡ് മാൻ ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. ദ ഡോക്ടർ അറൈവ്ഡ്. ദ ഡോക്ടർ അറൈവ്ഡ്. അറൈവ്ഡ് എന്നുള്ള വാക്കാണ് ഇവിടുത്തെ ഫിനിറ്റ് വേർബ്.
ഓൾഡ് മാൻ ഹാഡ് ഡൈഡ് എന്നുള്ളത് ഹാഡ് ഡൈഡ് ആണ് ഇവിടുത്തെ ഫിനിറ്റ് വെർബ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ 2 ക്ലോസ് ഉണ്ടാകും, രണ്ടല്ല 2-ൽ കൂടുതൽ ക്ലോസ് ഉണ്ടാകും. 2 or more ക്ലോസസ് ആണ്. മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് ഓൾസോ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഇവയെ തമ്മിൽ ചേർക്കുന്ന ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ടാകും. ഇങ്ങനെ വരുന്ന വാക്കുകൾക്ക്, സെൻറ്റൻസുകൾക്ക് നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സിമ്പിൾ സെൻറ്റൻസ് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസ്. A simple sentence can be transformed into a complex sentence by enlarging a phrase into a subordinate clause. ഒരു ഫ്രേസിനെ എൻലാർജ് ചെയ്തുകൊണ്ട്, എങ്ങനെ എൻലാർജ് ചെയ്യണം? സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് എൻലാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സിമ്പിൾ സെൻറ്റൻസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് പറയുന്നത്? ഒരു സിമ്പിൾ സെൻറ്റൻസിനെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഒരു കോംപ്ലക്സ് ടെൻസിലെ ഫ്രേസിനെ എൻലാർജ് ചെയ്ത് സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റണം. അപ്പോൾ എ സിമ്പിൾ സെൻറ്റൻസ് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഇൻ ടു എ കോംപ്ലക്സ് സെൻറ്റൻസ് ബൈ എൻലാർജിങ് എ ഫ്രേസ് ഇൻ ടു എ സബോർഡിനേറ്റ് ക്ലോസ്. ഒരു കോംപ്ലക്സ് ടെൻസായിട്ട് മാറ്റണമെങ്കിൽ, ഒരു സിമ്പിൾ സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റണമെങ്കിൽ ഫ്രേസിനെ എൻലാർജ് ചെയ്ത് സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റിയാൽ മതി. ഇനി അടുത്തത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സിമ്പിൾ സെൻറ്റൻസ് ഇൻ ടു എ കോംപ്ലക്സ്. എ സിമ്പിൾ സെൻറ്റൻസ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ കോംപ്ലക്സ് സെൻറ്റൻസ് ബൈ എൻലാർജിങ് എ ഫ്രേസ് ഇൻ ടു എ സബോർഡിനേറ്റ് ക്ലോസ്. ഒരു സിമ്പിൾ സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അതിനെ ഫ്രേസിനെ നമ്മൾ എൻലാർജ് ചെയ്ത് സബോർഡിനേറ്റ് ക്ലോസ് ആക്കണം. അപ്പോൾ ഒരു സബോർഡിനേറ്റ് ഫ്രേസിനെ സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് സിമ്പിൾ സെൻറ്റൻസിൽ നിന്നും ഒരു സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. ഒരു ഉദാഹരണം നോക്കാം. ദ ടീം ഹോപ്സ് ടു വിൻ ദ ക്രിക്കറ്റ് മാച്ച്. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദ ടീം ഹോപ്സ് ടു വിൻ ദ ക്രിക്കറ്റ് മാച്ച്. ക്രിക്കറ്റ് മാച്ച് വിൻ ചെയ്യാമെന്ന് അവർ കരുതുന്നു, പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇതിനെ നമ്മൾക്ക് എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം? ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം: ദ ടീം ഹോപ്സ് ദാറ്റ് ദേ വിൽ വിൻ ദ ക്രിക്കറ്റ് മാച്ച്. ഇത് നമ്മൾ രണ്ടാമത് വന്ന ഫ്രേസ്, അതിനെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റി. ദേ വിൽ വിൻ ദ ക്രിക്കറ്റ് മാച്ച് എന്നാക്കി മാറ്റി. അപ്പോൾ ദ ടീം ഹോപ്സ് ദാറ്റ് എന്താണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ദാറ്റ്. അപ്പോൾ ദ ടീം ഹോപ്സ് എന്നുള്ളത് മെയിൻ ക്ലോസും ദേ വിൽ വിൻ ദ ക്രിക്കറ്റ് മാച്ച് എന്നത് ഡിപ്പെൻഡൻറ്റ് ക്ലോസുമായി അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇനി അടുത്തൊരു ഉദാഹരണം. മാല വർക്ക്ഡ് ഹാഡ് ടു പാസ് ദ എക്സാമിനേഷൻ. മാല എക്സാമിനേഷൻ പാസ് ചെയ്യാനായിട്ട് നന്നായിട്ട് പരിശ്രമിച്ചു. മാല വർക്ക്ഡ് ഹാഡ് ടു പാസ് ദ എക്സാമിനേഷൻ. ഇനി ഇതിനെ നമുക്കൊന്ന് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് ആക്കിയാൽ മാല വർക്ക്ഡ് ഹാഡ് സോ ദാറ്റ് ഷീ വുഡ് പാസ് ദ എക്സാം. മാല നന്നായിട്ട് പരിശ്രമിച്ചത് കൊണ്ട് അവൾ എക്സാം പാസ്സാകും. മാല വർക്ക്ഡ് ഹാഡ് സോ ദാറ്റ് ഷീ വുഡ് പാസ് ദ എക്സാം. മാല വർക്ക്ഡ് ഹാർഡ് എന്നുള്ളത് മെയിൻ ക്ലോസ്, പിന്നെ അതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് വരുന്നത് ദാറ്റ് ഷീ വുഡ് പാസ് ദ എക്സാം. ഇവിടെ കൺജങ്ഷൻ, സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത് സോ ആണ്. ഇതാണ് സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. വളരെ ശ്രദ്ധാപൂർവം അതിൻ്റെ എക്സസൈസ് ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ നോട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇത് കഴിയുമ്പോൾ, ഇതിൻ്റെ എക്സസൈസ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാകുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തുടർച്ചയായിട്ട് എക്സസൈസുകൾ മാച്ച് ചെയ്യുന്നത് പോലെ തന്നെ എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്ത ക്ലാസ് വരേക്കും നന്ദി, നമസ്കാരം.